FCRA പ്രതിഷേധങ്ങൾക്കിടെ കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമകാര്യമന്ത്രി കിരൺ റിജിജു ഇന്ന് കേരളത്തിലെത്തും. തിരുവനന്തപുരം ഹൈസിന്ത് ഹോട്ടലിൽ വൈകിട്ട് 7-ന് കിരൺ റിജിജു വിത്ത് കോഫി പരിപാടി സംഘടിപ്പിക്കും. FCRA ആശങ്കകൾ കേന്ദ്രമന്ത്രി അറിയിക്കാൻ അവസരമുണ്ടാകും. എസ് വിനേഷ് കുമാർ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. വിനേഷ്, ഗുഡ് മോർണിംഗ്. എന്തായാലും ക്രൈസ്തവ സഭകൾ വലിയ രീതിയിൽ ആശങ്കകൾ ഈ വിഷയത്തിൽ പ്രകടിപ്പിച്ചതാണ്. അവരുമായൊരു നേരിട്ട ചർച്ച കൂടി കേന്ദ്രമന്ത്രി ആലോചിക്കുന്നുണ്ടോ? ദിൽന ഗോകുൽ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും കിരൺ റിജിജു ഇന്ന് തന്നെ കേരളത്തിലെത്തുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. നമുക്കറിയാം FCRA ആശങ്കകൾ വലിയ തോതിൽ തന്നെ കേരളത്തിലുണ്ട്. ക്രൈസ്തവ പുരോഹിതർ ഉൾപ്പെടെ ആയിട്ട് ചർച്ച നടത്തുമെന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് നമുക്ക് വിവരം ലഭിച്ചതാണ്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് അദ്ദേഹം എത്തുന്നത്. കിരൺ റിജിജു വിത്ത് കോഫി എന്നുള്ളൊരു പരിപാടി ഇവിടെ തിരുവനന്തപുരം ഹൈസിന്ത് ഹോട്ടലിലാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ക്രൈസ്തവ പുരോഹിതർക്ക് ഉൾപ്പെടെ എത്തി അവരുടെ ആശങ്കകൾ കേന്ദ്രമന്ത്രിയുമായി പങ്കുവെക്കാനുള്ള ഒരു അവസരം ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ദുഃഖവെള്ളി ആയതുകൊണ്ട് തന്നെ എത്രത്തോളം ആളുകൾ വരും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. കാരണം ആ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. സഭയിൽ നിന്നുള്ള മറ്റുള്ള ആളുകൾ, ക്രൈസ്തവ പുരോഹിതരല്ലാതെ സഭയിൽ നിന്നുള്ള സഭാ സെക്രട്ടറി അത്തരത്തിലുള്ള ആളുകളായിരിക്കും ഒരുപക്ഷെ പങ്കെടുക്കാൻ സാധ്യത എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ആദ്യം അദ്ദേഹം പറഞ്ഞിരുന്നത് ഈ ക്രൈസ്തവ പുരോഹിതരുമായി വളരെ കൃത്യമായി തന്നെ ഒരു കൂടിയാലോചന നടത്തിയ ശേഷമായിരിക്കും ബിൽ പാസ്സാക്കുക, FCRA ഭേദഗതി ബിൽ പാസ്സാക്കുക എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് സംഘടിപ്പിക്കുന്ന പരിപാടി നോക്കുമ്പോൾ നമുക്കറിയാം ഇതൊരു വഴിപാട് പോലെ ഒരു പരിപാടി സംഘടിപ്പിക്കുകയും ആവശ്യമുള്ള ആളുകൾക്ക് വന്ന് ആശങ്കകൾ പങ്കുവെക്കാനുള്ളൊരു അവസരം എന്നുള്ളത് മാത്രമാണ്. അതിനപ്പുറത്തേക്കൊരു കൂടിയാലോചനകളോ ചർച്ചകളോ വരും ദിവസങ്ങളിൽ ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ദിൽന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.